പത്തനംതിട്ട ജില്ലയിൽ നവകേരള സദസ് വഴി ലഭിച്ച നിവേദനങ്ങളിൽ നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ 23,000-ലധികം പരാതികളാണ് 2 ദിവസമായി നടന്ന നവകേരള സദസ്സിൽ ലഭിച്ചത്. പരാതികളിൽ പ്രാഥമികമായി സ്വീകരിച്ച നടപടികൾ വെബ് പോർട്ടൽ മുഖേന അപേക്ഷകന് ലഭ്യമാവുകയും ചെയ്യും. ഡിസംബർ 16-17 തീയതികളിലാണ് പത്തനംതിട്ട ജില്ലയിൽ നവകേരള സദസ്സുകൾ നടന്നത്. 5 മണ്ഡലങ്ങളിൽ നിന്ന് 23,610 പരാതികളാണ് ലഭിച്ചത്. ആറന്മുള നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ ലഭിച്ചത്. ആറന്മുളയിൽ 5,558 പരാതികളാണ് തീർപ്പാക്കാനുള്ളത്. നവകേരള സദസ്സ് വഴി ലഭിച്ച അപേക്ഷകളിൽ അതിവേഗമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ പരാതികൾ തരംതിരിച്ച് അതത് വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ADM-ന്റെ മേൽനോട്ടത്തിലാണ് അപേക്ഷകൾ തരംതിരിച്ച് വിവിധ വകുപ്പുകൾക്ക് കൈമാറിയത്. തഹസീൽദാറും വിവിധ വകുപ്പ് മേധാവികളും പരാതികളിന്മേൽ ഉടൻ നടപടി സ്വീകരിക്കും. പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലവന്മാർക്കും താലൂക്ക് ഓഫീസർമാർക്കും കളക്ടറേറ്റിൽ പ്രത്യേക പരിശീലനവും നൽകിയിരുന്നു. പരാതികളിൽ ലഭിച്ച നടപടികൾ അപേക്ഷകന് അറിയാനായി വെബ് പോർട്ടലിലും വിവരങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ, വനം വകുപ്പുകൾക്കാണ് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവുമധികം നിവേദനങ്ങൾ ലഭിച്ചത്. നിവേദനങ്ങളിന്മേൽ പരമാവധി വേഗത്തിൽ നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് ADM നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സിൽ ജനങ്ങളും വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത്. സമയബന്ധിതമായി തന്നെ നിവേദനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.